189 പേർ കൊല്ലപ്പെട്ട മുംബൈ ട്രെയിൻ ആക്രമണ പരമ്പരയ്ക്ക് ഇന്നേക്ക് 18 വർഷം. 800-ലധികം പേർക്കാണ് ദുരന്തത്തിൽ അന്ന് പരിക്കേറ്റത്. മഹാനഗരത്തിലെ സുരക്ഷാ സംവിധാനങ്ങളുടെ പാളിച്ച പുറത്തു കൊണ്ടുവന്നതായിരുന്നു ആ അപകടം. ജൂലൈ 11 തിക്കും തിരക്കുമാർന്ന മുംബൈ നഗരം. സ്റ്റേഷനുകളിൽ നിന്നും സ്റ്റേഷനുകളിലേക്ക് ചീറിപ്പായുന്ന ട്രെയിനുകൾ. സമയം വൈകുന്നേരം 6:24. മുംബൈ നഗരത്തെ നിശ്ചലമാക്കി സബർബൻ റെയിൽവേയിലെ 7 ലൈനുകളിൽ ഒരേ സമയം ബോംബ് പൊട്ടിത്തെറിക്കുന്നു. 11 മിനിറ്റ് നീണ്ട സ്ഫോടന പരമ്പരയിൽ 189 പേർ കൊല്ലപ്പെട്ടു. 800-ലധികം പേർക്ക് പരിക്കേറ്റു. ISIയുടെ നേതൃത്വത്തിൽ തീവ്രവാദ ഗ്രൂപ്പായ ലഷ്കർ-ഇ-തോയ്ബയും നിരോധിത ഇന്ത്യൻ ഗ്രൂപ്പായ സ്റ്റുഡൻസ് ഇസ്ലാമിക് മൂവ്മെന്റ് ഓഫ് ഇന്ത്യയുടെയും പ്രവർത്തകരാണ് സ്ഫോടനത്തിന് പിന്നിലെന്നായിരുന്നു കണ്ടെത്തൽ. 7 പ്രഷർ കുക്കറുകളിലായി ബോംബുകളുമായി എത്തിയ സംഘം മുംബൈ നഗരത്തെ മാത്രമല്ല രാജ്യത്തെ തന്നെ വിറപ്പിക്കുകയായിരുന്നു. പന്ത്രണ്ട് പേർ പ്രതികളാണെന്ന് കണ്ടെത്തി. 200ഓളം സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തി. 8 വർഷം വിചാരണ നീണ്ടു. 2015 12 പ്രതികളെയും അറസ്റ്റ് ചെയ്യുകയും ഇതിൽ 5 പേർക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തു. 7 പേർക്ക് ജീവപര്യന്തം തടവും വിധിച്ചു. ഫീച്ചർ ഡെസ്ക്, ന്യൂസ് മലയാളം.